കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ആഴ്ച കേരളത്തിലുള്ള ആളുകൾക്ക് നടുക്കം വരുത്തിയ ഒരു ആഴ്ചയാണ്. വയനാട്ടിലുള്ള ഉരുൾപൊട്ടൽ നിമിത്തം കഷ്ടമനുഭവിക്കുന്ന ആളുകൾ അവരോട് അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു. അവരോട് ദൈവം കരുണ ചെയ്യേണ്ടതിനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതം എത്ര ക്ഷണികമാണ് എന്ന് നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിച്ച ഒരു ആഴ്ചയാണ് ഇത്. ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും വലിയ പരിപാടികളുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെ പോയത് നമ്മൾ കണ്ടു. അത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യം കൂടെയാണ്. ദൈവം നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് ലഭിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എടുത്ത വേദഭാഗം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അത് സുവിശേഷത്തിൻ്റെ വിശദീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞത്. സുവിശേഷത്തിൻ്റെ വിശദീകരണം അത് റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ ഉള്ള വാക്യങ്ങൾ, 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു വന്നത്. ഇത് സുവിശേഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ വാക്യങ്ങളാണ്. ബൈബിളിലെ സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷത്തിന് നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ഗൗരവമായ, ഏറ്റവും പ്രാധാന്യമേറിയ വിശദീകരണം റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന് 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സുവിശേഷം ശരിയായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വേദഭാഗത്തെ ശ്രദ്ധയോടുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഈ വാക്യം അതീവ പ്രാധാന്യമുള്ള വാക്യങ്ങളാണ്. ശരി, ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ വായിക്കാം. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ നീതി ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന പ്രസ്താവനയാണ്. ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഈസ് നൗ റിവീൽഡ്. ദൈവത്തിൻ്റെ നീതി ഇപ്പോഴോ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കുന്ന നീതിയല്ല. ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കുന്ന നീതിയല്ല. പിന്നെയോ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദാനമായി നൽകുന്ന നീതിയാണ്. ദിസ് ഈസ് ദ റൈച്ചസ്നെസ് ദാറ്റ് ഗോഡ് ഗിവ്സ് ടു പീപ്പിൾ ഹു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവം നൽകുന്ന നീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ നീതിയാണ് മനുഷ്യർക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള ഏക മാർഗം
എന്ന് ബൈബിൾ പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ മനുഷ്യർക്ക് ലഭിക്കുന്ന ഈ നീതിയാണ് അവരെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതല്ലാതെ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ മറ്റ് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് തൻ്റെ ബലിമരണത്താൽ പരിഹാരം വരുത്തത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഈ നീതിയെക്കുറിച്ച് ആദ്യമേ അദ്ദേഹം പറഞ്ഞ കാര്യം, അത് ന്യായപ്രമാണവും പ്രവാചകന്മാരും, അല്ലെങ്കിൽ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്ന നീതിയാണ്. ഈ നീതി ന്യായപ്രമാണം വഴി വന്ന ഒരു നീതിയല്ല, ന്യായപ്രമാണം കൂടാതെ വന്ന നീതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ലഭിക്കുന്ന നീതിയല്ല. ന്യായപ്രമാണത്തിൻ്റെ ഉടമ്പടിയിൽ, പഴയ നിയമത്തിൽ ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായി വന്ന നീതിയുമല്ല. ഇതൊരു പുതിയ ഉടമ്പടിയാണ്. മനുഷ്യരുടെ പാപങ്ങളെ പരിഹരിക്കുവാനായിട്ട് ദൈവം മനുഷ്യരോട് ചെയ്ത പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ നീതി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം പൗലോസ് നമ്മളോട് പറഞ്ഞു. അവിടെ ഇത് ന്യായപ്രമാണം കൂടാതെയുള്ള നീതിയാണ് എങ്കിലും ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞ നീതിയാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ പ്രധാന സന്ദേശം, ദൈവം മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ ദൈവം ഒരു വഴി ഒരുക്കുന്നു, അതിനായിട്ട് ഒരു വ്യക്തിയെ, മശിഹയെ ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്നതാണ് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന. അതാണ്, അല്ലെങ്കിൽ ആശയം അതാണ്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. പഴയ നിയമം വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ നീതി ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞ നീതിയാണ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് ന്യൂ, വിച്ച് പീപ്പിൾ ഡിഡ്ന്റ് നോ. അവർക്ക് അറിയാൻ സാധിക്കാത്ത ഒരു നീതിയല്ല, അവരറിയേണ്ടതാണ്. അവർക്ക് അതൊന്നും മനസ്സിലായില്ല എന്നൊക്കെയുള്ള കാര്യം ശരിയാണ്. നിക്കോദീമോസിനോട് കർത്താവ് ഈ നീതിയെക്കുറിച്ച് വേറൊരു ഭാഷയിലാണ് കർത്താവ് നിക്കോദീമോസിനോട് സംസാരിക്കുന്നതെന്ന് ശരിയാണ്. അപ്പം നിക്കോദീമോസിനോട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പം നീ വീണ്ടും ജനിക്കണം എന്ന് നിക്കോദീമോസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് ജനിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ കടന്ന് പിന്നെ എനിക്ക് ജനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് അതിന് മറുപടിയായിട്ട് നിക്കോദീമോസിനോട് ചോദിച്ചത്, നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് മനസ്സിലാക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു. യു ബീങ് ദ ടീച്ചർ ഓഫ് ഇസ്രയേൽ, ഹൗ കം യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്? നിനക്കെന്താ മനസ്സിലാകാത്തത്? കാരണം ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്ന നീതി, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് ന്യായപ്രമാണം കൊണ്ട് അവന് രക്ഷ വരികയില്ല എന്ന കാര്യം അവനെ ബോധ്യപ്പെടുത്തി ദൈവം അവനുമായൊരു പുതിയ ഉടമ്പടി ചെയ്ത് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം ഒരു പുതിയ ക്രമീകരണം ഉണ്ടാക്കുന്നു എന്നത് പഴയ നിയമത്തിലെ വാഗ്ദാനമാണ്. എഹെസ്കേൽ പ്രവചനത്തിലൊക്കെ പറയുമ്പോൾ പറഞ്ഞു, ഞാൻ അവരുടെ മേൽ നിർമ്മലമായിരിക്കുന്ന ജലം തളിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ അയക്കും, അവർക്ക് പാപത്തിൽ നിന്ന് വിമോചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പുതിയ ജീവനും കൊടുക്കും എന്ന കാര്യം പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിക്കോദീമോസിനത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്, നീ ഇത്രയും പഠിച്ചിട്ട് നിനക്ക് എന്താ ഇത് മനസ്സിലാകാഞ്ഞത്? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ രാമായണം വായിക്കുന്നവരോട് ചോദിക്കുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് സീത ആരാന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? രാമൻ്റെ പെങ്ങളാണെന്ന് പറയുന്ന ആ ഒരു സ്ഥിതി, അത് സങ്കടകരമായ കാര്യമാണ്. യു ഷുഡ് നോ, ബിക്കോസ് യു ആർ റീഡിങ് ഇറ്റ്, യു ആർ സ്റ്റഡിയിങ് ഇറ്റ് ഓൾ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പഠിക്കുമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായില്ല. അപ്പോഴേ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ട നീതി ന്യായപ്രമാണം കൂടാതെയുള്ള നീതിയാണ് എങ്കിലും അത് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞ നീതിയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യം, ഈ നീതി സകല മനുഷ്യർക്കും ആവശ്യമാണ്. ഈ നീതി കൂടാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും കഴിയുകയില്ല എന്ന കാര്യമാണ് അദ്ദേഹം നമ്മളോട് അടുത്തതായിട്ട് പറയുന്നത്.
പറഞ്ഞു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തോന്നും. വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് നീതി ലഭിക്കുമെന്നുള്ള പ്രസ്താവന അതിന് മുന്നത്തെ പ്രസ്താവനയാണ്. അതിനുശേഷമാണ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്ന പ്രസ്താവന. അപ്പം അതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല എന്ന് പറയുന്ന കാര്യത്തിൽ രണ്ട് ആശയങ്ങളോട് ബന്ധപ്പെടുത്തി നമുക്കതിനെക്കുറിച്ച് പറയാം. ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞത് ദൈവനീതി ലഭിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു വ്യത്യാസവുമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ദൈവനീതി ലഭിക്കും. ആ വിഷയത്തിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ തമ്മിലൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നിരിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരു നിലയിൽ തുല്യരാണ്. എല്ലാവരും ഒരു നിലയിൽ തുല്യരാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ പാപികൾ ആയിരിക്കുന്നു എന്ന കാര്യത്തിലാണ് അവരുടെ തുല്യത. എല്ലാവരും തുല്യമായി പാപം ചെയ്തു എന്നല്ല കേട്ടോ ബൈബിൾ പറയുന്നത്. പാപത്തിൻ്റെ സംഖ്യയിലും പാപത്തിൻ്റെ ഗൗരവത്തിലും അതിൻ്റെ ആഴത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഒരു കാര്യത്തിൽ മനുഷ്യർ വ്യത്യാസമില്ല, പാപികളാണെന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ പാപികളായിരിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമ്മളോട് പറയുന്നത്. പാപം ചെയ്തു എന്ന് പറയുന്ന പാപം എന്നുള്ളതായിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു ആർച്ചറിയിൽ നിന്ന് വന്ന ടേമാണ്. ഹമാർത്തിയ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വാക്ക് അത് അമ്പെയ്യുക എന്ന് പറയുന്നത് വന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് പാപമെന്ന് ചോദിച്ചാൽ ലക്ഷ്യം തെറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോയി. അമ്പ് എയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊള്ളണം എന്നുള്ളത് അമ്പ് എയ്യുന്ന ആളിൻ്റെ ഉദ്ദേശ്യമാണ്, അത് ലക്ഷ്യമാണ്. എന്നാൽ അവിടെ കൊള്ളാതിരുന്നാൽ ഹി സിൻഡ് ബിക്കോസ് ഹി മിസ്ഡ് ദ മാർക്ക്. അവനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം തെറ്റി. അതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിച്ചിരുന്ന ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോയി. ദൈവം ഉദ്ദേശിച്ച നിലയിലല്ല മനുഷ്യനായിരിക്കുന്നത് എന്ന കാര്യത്തിൽ നാം എല്ലാവരും തുല്യരാണ്. നാം എല്ലാവരും ഒരുപോലെ ആ വിഷയത്തിൽ കുറ്റക്കാരാണ്. നാം ദൈവം പറയുന്നത് പോലെ ജീവിക്കുന്ന ആളുകളല്ല എന്നതിലാണ് ആ തുല്യത. എത്രത്തോളം ആഴത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ കുറ്റക്കാരാണ് എന്നതിൽ വ്യത്യാസമുണ്ട്. എന്നാൽ കുറ്റക്കാരാണ് എന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ മനുഷ്യർ സമ്മതിക്കില്ല കേട്ടോ. പാപികളാണ് എന്നുള്ള കാര്യം മനുഷ്യർ സമ്മതിക്കാനായിട്ട് അവർക്ക് വലിയ പ്രയാസമാണ്. എന്നാൽ അത് സമ്മതിച്ച് ദൈവസന്നിധിയിൽ തങ്ങൾ കുറ്റക്കാരാണ്, ദൈവത്തോട് മത്സരിക്കുന്നവരാണ്, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരല്ല എന്ന കാര്യം നാം അംഗീകരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നീതി നമുക്ക് വേണമെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഒരാൾ രോഗിയാണെന്ന് സമ്മതിക്കാതെ ചികിത്സ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? അല്ലെ പിന്നെ നമ്മൾ വട്ടന്മാരെയൊക്കെ നമ്മൾ പിടിച്ച് കെട്ടും, അല്ലേ? ഇടിച്ച് കെട്ടിക്കൊണ്ട് ചെന്ന് മരുന്ന്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യു ഹാവ് ടു റെക്കഗ്നൈസ് യുവർ പ്രോബ്ലം. നമ്മുടെ പ്രശ്നം എന്താണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം വളരെ രസകരമായ, അല്ലെങ്കിൽ രസകരമെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എല്ലാവരും ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്ന ആ വാക്ക് അതിൽ നിന്ന് കുറവുള്ളവരായി തീർന്നു, അവിടെ എത്തുന്നില്ല, അതിൽ നിന്ന് പരാജയപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ ദൈവ തേജസ്സുമായിട്ട് തുലനപ്പെടുത്തുമ്പോൾ അത് കുറവുള്ളതാണ്, എത്തുന്നില്ല, അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ദൈവം ആവശ്യപ്പെടുന്ന നിലവാരം നമുക്കില്ല എന്ന കാര്യമാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ദൈവ തേജസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യർക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. ദൈവ തേജസ് അവർക്ക് ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് നാണം തോന്നിയില്ല താനും. ദൈവത്തിൻ്റെ തേജസ്സിനാൽ മൂടപ്പെട്ട്
ലജ്ജ തോന്നാതെ വണ്ണം ദൈവം മുൻപിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു നിലയിലാണ് ഇൻ ദ ഫസ്റ്റ് മാൻ ആൻഡ് വുമൻ when they were in the garden before sin. പാപത്തിന് മുന്നമേ അവർ ആയിരുന്നപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ തേജസ് അവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല, അവർക്ക് ലജ്ജ തോന്നിയില്ല. പിന്നെ എപ്പോഴാണ് ലജ്ജ തോന്നിയത്? ലജ്ജ തോന്നിയത് പാപം ചെയ്തതിന് ശേഷമാണ്. പെട്ടെന്ന് അവർക്ക് ലജ്ജ തോന്നി, പെട്ടെന്ന് അവർക്ക് വസ്ത്രം വേണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം വന്നു. അവർ അത്തിയില കൂട്ടി തുന്നി ഒരു വസ്ത്രം ഉണ്ടാക്കി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞതുപോലെ നമ്മൾ എത്ര വസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞാലും വി ആർ നേക്കഡ് ഇൻസൈഡ്, അല്ലേ? നമുക്ക് വി ആർ നേക്കഡ് ഇൻസൈഡ് യുവർ ഡ്രസ്. ദർ ഈസ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കില്ല. വി ഹാവ് ബെയർ ദറ്റ് ഷെയിം. ആ ആ ലജ്ജ, ആ നാണം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ മൂടിക്കെട്ടിയൊക്കെയാണ് അത് നടക്കുന്നത്. ആ നിലയിൽ നമ്മളൊരു പരിധി വരെയൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ശരിയാണ്. ബട്ട് വി ആർ ആക്ച്വലി നേക്കഡ് പീപ്പിൾ. വി കനോട്ട് ഹൈഡ് അവർ ഷെയിം. നമ്മളുടെ ലജ്ജയും നമ്മളുടെ നിന്ദയും ഒന്നും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ എല്ലാം നമ്മൾ വിദഗ്ധന്മാരാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് മറച്ചാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ള ശരിയാ. ബട്ട് ട്രൂലി വി ഹാവ് ലോസ്റ്റ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൻ്റെ തേജസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് നമ്മുടെ പ്രശ്നം. ഈ നിലയിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് ആദാമിനെ ഹവ്വയെ നോക്കിയാൽ അറിയാം. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പം ഒളിച്ചിരിക്കുകയാണ്, ഒളിച്ചിരിക്കുക. അതിന് കാര്യം എന്താ? വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു ആഡം? നിനക്ക് എന്താണ് പറ്റിയത്? പറഞ്ഞു, ഞങ്ങൾ നഗ്നരാകയാൽ കർത്താവിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നാണമാണ്, ഞങ്ങൾക്ക് കർത്താവിന് മുമ്പിലോട്ട് വരാൻ പറ്റുകയില്ല. ഇത് വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്താണ് പറ്റിയത്? വാട്ട് ഹാപ്പൻ ടു യുവർ ഗ്ലോറി? നിൻ്റെ തേജസ്സിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ദേ ലോസ്റ്റ് ദെയർ ഗ്ലോറി ബിക്കോസ് ദേ സിൻഡ്. പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് അവർക്ക് നഷ്ടമായി. അവിടെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തേജസ്സാണ് കേട്ടോ. അങ്ങനെ ദൈവത്തെക്കുറിച്ച് പൊതുവേ മനുഷ്യർ വിചാരിക്കുന്നില്ല. ദൈവം എന്താ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമുക്ക് തേജസ് തരാനാ, അല്ലേ? അങ്ങനെ മനുഷ്യർ വിചാരിക്കുന്നില്ല. ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്. ഹി ക്ലോത്ത്സ് യു വിത്ത് ഗ്ലോറി. ദൈവം മഹത്വം കൊണ്ട്, തേജസ് കൊണ്ട് നമ്മളെ മൂടി. ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം ദൈവം സ്ഥാപിച്ച് ആ നിലയിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കേട്ടോ. ബട്ട് വി ഹാവ് ലോസ്റ്റ് ദ ഗ്ലോറി. ആൻഡ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ നിലയിലുള്ളതായിരിക്കുന്ന പൂർണ്ണതയിലേക്ക് മനുഷ്യർ ഈ ലോക ജീവിതത്തിൽ വെച്ച് വരുന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വസ്ത്രമുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് വി ഡോണ്ട് നീഡ് ഇറ്റ്. വി ഡോണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ we regain that glory where we lose our nakedness and we are clothed with the glory of God. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മളുടെ നഗ്നതയെ മറയ്ക്കുന്ന ആ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഗാഡ് വിത്ത് റിഗാർഡ് ടു us. നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടി അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തേജസ് നഷ്ടപ്പെട്ടതായിരിക്കുന്ന മനുഷ്യന് എന്തുകൊണ്ട് മറച്ചിട്ടും കാര്യമില്ല കേട്ടോ. He needs to be covered by the righteousness of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി കൊണ്ട്, ആലങ്കാരികമായി പറഞ്ഞാൽ ആ നീതി വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ ഈ ലജ്ജാകരമായ സ്ഥിതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ, സത്യസന്ധമായി നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ ദൈവത്തിന് മുൻപാകെ, നീതിമാനായ ദൈവത്തിന് മുൻപാകെ വരുവാൻ കഴിയുകയില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. പിന്നെ മനുഷ്യർ ഓരോ മൂടുപടമൊക്കെ ഇട്ട് അവർ പ്രകടനങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. ബട്ട് ഓപ്പൺ യുവർ ഹാർട്ട്, യു വിൽ സീ ദ ഹൗ അഗ്ലി യു ആർ. അത് എത്രമാത്രം വിരൂപമാണ് എന്ന കാര്യം നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് പറഞ്ഞു ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതിയുടെ കവചം, നീതിയുടെ വസ്ത്രം, നീതിയുടെ ആവരണം നമുക്ക് അനിവാര്യമാണ്. അതുകൂടാതെ
ദൈവം മുൻപാകെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ പോയിൻ്റ്. അതാണ്, എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ നീതി അനിവാര്യമാണ്. ദൈവത്തിൻ്റെ നീതി കൂടാതെ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധിക്കുകയില്ല. അതിൻ്റെ കാരണം നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി ലജ്ജാകരമായ പാപത്തിൻ്റെ അവസ്ഥയിലാണ്. ആ നിലയിൽ നമുക്ക് ദൈവത്തെ നേരിടുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വി ഡെസ്പറേറ്റ്ലി നീഡ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ നീതി നമുക്ക് അനിവാര്യമാണ്. അവിടെ ഈ നീതി നമുക്ക് ലഭിക്കുന്നത് നീതീകരണത്തിലൂടെയാണ് എന്ന കാര്യമാണ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കുന്നത് നീതീകരണം മുഖാന്തരമായിട്ടാണ്. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിൽ അത് സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ നീതി ലഭിക്കാനുള്ളതായിരിക്കുന്ന വഴി എന്ന് പറയുന്നത് നീതീകരണമാണ്. പറയും, നീതീകരിക്കപ്പെട്ടിട്ട് സൗജന്യമായിട്ട് തൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പം നീതീകരണത്താലാണ് നമുക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കുന്നത്. നീതീകരണം ലഭിച്ചാലാണ് നമുക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കുന്നത്. അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അല്പമായി നിങ്ങളോട് പറഞ്ഞായിരുന്നു. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നീതീകരണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതി തന്നിൽ വിശ്വസിക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ്റെ മേൽ ദൈവം കണക്കിട്ട് അവൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ച് അവനെ ദൈവം മുൻപാകെ നിൽക്കുവാനുള്ള സകല യോഗ്യതയും ആ നീതിയുടെ അടിസ്ഥാനത്തിൽ അവന് കൊടുക്കുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥാനം, the righteousness of God, righteousness of Jesus Christ is imputed, is given, is credited to his account. അപ്പം അവിശ്വാസിയ കർത്താവായ യേശു വിശ്വസിക്കുന്ന പാപിയായ ഒരു മനുഷ്യൻ്റെ പേരിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി കണക്കിട്ട് അവൻ യേശു ക്രിസ്തുവിനെ പോലെയാണ് എന്ന് ദൈവം പറയുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പം നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ നീതിമാനാക്കുകയല്ല, നീതിമാനായിട്ട് പരിഗണിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. അതാണ് സുവിശേഷത്തിൻ്റെ കാതലായ ഒരു ആശയം. അതാണ് നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ justifying is not making a person righteous, it is declaring a person righteous. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നീതിമാനായിട്ട് ആക്കി തീർക്കുകയല്ല, നീതിമാനായിട്ട് പരിഗണിക്കുകയാണ്, നീതിമാനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്, നീതിമാൻ എന്ന സ്ഥാനം നൽകുകയാണ്. സോ ജുഡീഷ്യൽ. അപ്പോൾ നീതീകരണം എന്ന് പറയുന്നത് ഒരു ലീഗൽ ട്രാൻസാക്ഷനാണ്, നിയമപരമായിരിക്കുന്ന ഒരു കൈമാറ്റമാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജുഡീഷ്യൽ. ദൈവം അങ്ങനെ നമ്മളെ പരിഗണിക്കുന്നു എന്നാണ് നീതീകരണത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നീതീകരിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾ ആകമാനം പരിശോധിച്ച് നോക്കിയാൽ നീതിമാനാണെന്ന് അവകാശപ്പെടുകയാണ്, അല്ലാതെ നീതിമാനാകുകയല്ല എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളോട് തന്നെ പറയുക, നിങ്ങൾ നീതീകരിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കുറ്റമൊക്കെ ചെയ്തു, അതിനുശേഷം നിങ്ങളോട് ആ കുറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു വിശദീകരണമൊക്കെ പറയും. ഉടനെ ഞാനെന്ത് പറയുമെന്നറിയാമോ? അത് സ്വീകാര്യമായ വിശദീകരണമല്ലെങ്കിൽ നീതീകരിക്കുമൊന്നും വേണ്ട, നീതീകരണമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്തുവാ? കുറ്റം ചെയ്തിട്ട് നീതിമാനാണെന്ന് അവകാശപ്പെടുകയാണ്. അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പം നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മളുടെ പേരിൽ കണക്കിട്ട് നമ്മളെ നീതിമാന്മാരായിട്ട് പരിഗണിക്കുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വി ആർ സെയിൻറ്റ് ആൻഡ് സിന്നർ അറ്റ് ദ സെയിം ടൈം. അനുഭവത്തിൽ നാം പാപികളായി തുടരുന്നുവെങ്കിലും സ്ഥാനത്തിൽ ദൈവം നമ്മളെ യേശുക്രിസ്തുവിനെ പോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ പാപികളാണ് എങ്കിലും നമ്മുടെ സ്ഥാനത്തിൽ നാം പാപികളല്ല
പാപികളല്ല എന്ന് മാത്രമല്ല, നാം യേശുക്രിസ്തുവിനെ പോലെ നീതിമാന്മാരാണ് എന്ന് പറയുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. The justification is God declaring a sinner as righteous as Jesus Christ, at the expense of Christ, even when he is continuing in his experience as a sinner. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആളുകളെ പാപികളെന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ പറയുന്ന ആളുകൾ ശരിയുണ്ട്. രക്ഷിക്കപ്പെട്ട ആളുകളെ അങ്ങനെ പാപികളെന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ അവരുടെ കാരണം ചോദിച്ചാൽ അവരുടെ നീതിമാൻ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനമാണ് അവരെ ഇനിയും ഡിസ്ക്രൈബ് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്, അല്ലാതെ അവരുടെ പഴയ പാപ അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് നീതിമാൻ, വിശുദ്ധൻ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാമെങ്കിലും വേദശാസ്ത്രപരമായി പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകൾ പാപികളാണ്. കാരണം അവരുടെ അനുഭവത്തിൽ അവർ പാപികളാണ്. നമ്മുടെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ എല്ലാ ചിന്തയിലും പ്രവർത്തനവും ആശയവും ആഗ്രഹവും താല്പര്യവും നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, അനുഭവത്തിൽ പാപികളായിട്ടാണ് തുടരുന്നത്. അത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ചില ആൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വിശുദ്ധന്മാരായിട്ട് അങ്ങ് അഭിനയിക്കും. ദൈവത്തിന് കൃപയാൽ വിശുദ്ധന്മാരായിട്ട് രൂപപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ളത് ശരിയാണ്. ബട്ട് ഐ ആം എ സിന്നർ, saved by the grace of God and struggles with sin until I die. മരിക്കുന്നത് വരെ പാപത്തിൻ്റെ സമ്മർദ്ദങ്ങളും പാപത്തിൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സ്വാധീനവും എല്ലാം ബാധകമായിരിക്കുന്ന ഒരാളാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. 7-ാമത്തെ അധ്യായം, റോമാലേഖനം 7-ാമത്തെ അധ്യായം വിശ്വാസികളുടെ അനുഭവമാണ്. അല്ലെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശരിയല്ല. എനിക്കയ്യോ കഷ്ടം, അരിഷ്ട മനുഷ്യൻ, ഐ ആം എ സിന്നർ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ പാപത്തെയും പാപത്തിൻ്റെ സ്വാധീനങ്ങളെയും ഒക്കെ ജയിച്ച് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയും. അത് നമ്മളുടെ പ്രത്യാശയാണ്, നമ്മളുടെ ആഗ്രഹമാണ്, തീരുമാനമാണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്. എന്നാൽ പാപരഹിതരായിട്ട് തീർന്നിരിക്കുന്നു. സിൻലെസ് പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞതായിരിക്കുന്ന ആശയങ്ങളുണ്ട്. അപ്പോൾ സിൻലെസ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ആശയം, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ പാപരഹിതരായിത്തീരും എന്ന് പറയുന്ന ഈ ആശയം ജോൺ വെസ്ലിയൊക്കെ പറഞ്ഞതായിരിക്കുന്ന ആശയമാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശുദ്ധിയുടെ നിലവാരം വളരെ താഴ്ത്തിക്കൊണ്ടതിന് ശേഷമാണ് നമ്മൾ വിശുദ്ധന്മാർ അല്ലെങ്കിൽ നമ്മൾ പാപരഹിതന്മാരാണ് എന്ന് പറയുന്നത്. പാപത്തെ നമ്മൾ പുനർനിർവചിക്കണം. വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം പുനർനിർവചനം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പാപമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ജോൺ വെസ്ലി എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പാപമെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് നമ്മൾ തീരുമാനിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം നമ്മൾ പാപമായി കണക്കാക്കിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വമായിട്ട് തീരുമാനിച്ച് ഒരു പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് വിശ്വാസികൾക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? മനഃപൂർവ്വമായിട്ട് ഞാനൊരു പാപം ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിച്ച് അങ്ങനെ പാപം ചെയ്യാത്തൊരു സ്ഥിതിയിലേക്ക് ഒരു പക്ഷേ ആയിത്തീരാൻ സാധിക്കും. ചില അവസരങ്ങളൊക്കെ നമ്മൾ പാപം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഒരു പക്ഷേ അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിച്ചെന്ന് വരും. പക്ഷേ അതുകൊണ്ട് പാപരഹിതരായി തീരത്തില്ല. ഞാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഹൃദയങ്ങളിൽ കൂടെ വരുന്ന ദുഷ്ടചിന്തകൾ പാപം തന്നെയാണ്. അതിനെ നമുക്ക് പാപമല്ല എന്ന് പറയാനൊക്കത്തില്ല. ഞാൻ അനുവദിച്ചു കൊടുത്ത് ഞാൻ അതിന് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ പാപമാകുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. പാപത്തിന് ഗൗരവം അതോടെ വർദ്ധിക്കുമെന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ പാപത്തിൻ്റെ ചിന്ത എന്നിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് തന്നെ പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാപരഹിതരായിത്തീരുന്നു എന്നുള്ളതായിരിക്കുന്ന ഈ ആശയം ഒരിക്കലും ശരിയല്ല. നമ്മൾ മരണം വരെ പാപസ്വഭാവവും പാപത്തിൻ്റെ സ്വാധീനവും പാപത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ നമ്മളിലുണ്ട്. എന്നാൽ ഒരാൾ പറഞ്ഞതുപോലെ വി ആർ നോട്ട് സിൻലെസ് ബട്ട് ഡെഫിനറ്റ്ലി സിൻലെസ്. എന്താ മനസ്സിലായ വ്യത്യാസം? വി ആർ നോട്ട് സിൻലെസ് ബട്ട് വി ഡെഫിനറ്റ്ലി സിൻലെസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് പാപത്തിന് സംഖ്യ കുറയ്ക്കണമെന്ന്. പാപം ചെയ്യുന്നത് കുറയ്ക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് സാധിക്കും. എന്നാൽ പാപരഹിതരാണ് എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ പറയണം. ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പം
നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ പരിപാടിയിൽ നീതീകരണത്തിൻ്റെ പൂർത്തീകരണമല്ല, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നീതീകരണമെന്ന് പറയുന്നതാണ് അതിൻ്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീതീകരണമാണ്. നീതീകരണം കഴിഞ്ഞാൽ വിശുദ്ധീകരണത്തിൻ്റെ അന്ത്യത്തിലാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോഴാണ് നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീതീകരണത്തെയും വിശുദ്ധീകരണത്തെയും കുറിച്ച് പറയാം. നീതീകരണമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി നമ്മളുടെ മേൽ കണക്കിട്ടതാണ്. അതാണ് നീതീകരണം. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നതാണ്. വൺ റൈറ്റ്യസ്നെസ് ഈസ് റെക്കൻഡ്, ഇംപ്യൂട്ടഡ് റൈറ്റ്യസ്നെസ്. എന്നാൽ വിശുദ്ധീകരണത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇംപാർട്ടഡ് റൈറ്റ്യസ്നെസ്. ദൈവത്തിൻ്റെ നീതി നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന ആ കാര്യമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നീതീകരണം എന്ന് പറയുന്നത് പൂർണ്ണമാകട്ടോ. നീതീകരിച്ചപ്പോൾ എത്രയും നീതി നമുക്ക് കിട്ടി? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവ് തന്നു. അപ്പോൾ അതുകൊണ്ട് നീതീകരണത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. ഐ കനോട്ട് ബി മോർ ജസ്റ്റിഫൈഡ്. എനിക്ക് കൂടുതൽ നീതീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല. ഐ ആം കംപ്ലീറ്റ്ലി ആൻഡ് പെർഫെക്റ്റ്ലി ജസ്റ്റിഫൈഡ്. ഞാൻ പൂർണ്ണമായും നീതീകരിക്കപ്പെട്ട ആളാണ്. യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ നീതിയുമാണ് എൻ്റെ പേരിൽ കണക്കിട്ടത്. അതുകൊണ്ട് നീതീകരണത്തെ സംബന്ധിച്ച് വിശ്വാസികൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. വി ആർ ഈക്വലി ജസ്റ്റിഫൈഡ്. എന്നാൽ വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ നീതി, കർത്താവിൻ്റെ നീതി നമ്മൾ പ്രായോഗികമാക്കുക, അത് അനുഭവേദ്യമാക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിലകളിലാണ്. ചില ആളുകൾ കൂടുതൽ അത് പ്രായോഗികമാക്കിയ ആളുകളാണ്. അങ്ങനെയുള്ള ഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ലക്ഷ്യമതായിരിക്കണം. ഞാൻ പറയാം, നമ്മുടെ മധ്യത്തിലൊരു മത്സരം നല്ലതാണ് കേട്ടോ. നമുക്ക് മത്സരം ഉണ്ടെന്നുള്ള കാര്യം ശരിയാ, പക്ഷേ എങ്കിൽ തെറ്റായ മത്സരമാണ്. എന്താ നമ്മൾ മത്സരം എന്നറിയാമോ? ആർക്കാണ് കൂടുതൽ ഭക്തനായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന്. ആ നിലയിലാണ് നമ്മൾ മത്സരിക്കുന്നത്. വി ഹാവ് ടു കമ്പീറ്റ് സോ ദാറ്റ് ഹൂ ക്യാൻ ബി ദ മോസ്റ്റ് സ്പിരിച്വൽ പേഴ്സൺ. യേശുക്രിസ്തുവിനെ പോലെ ആകുന്ന കാര്യത്തിൽ നമുക്ക് തമ്മിൽ മത്സരിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സഹോദരന്മാരോട് പറഞ്ഞു കേട്ടോ, ഞാൻ നിങ്ങളെക്കാളും ഭക്തനാകാൻ പോവാന്ന്. അവർ ചിലരൊന്ന് ചിരിച്ചു, എനിക്കറിയാം. that is a good competition. അത് വളരെ സ്വീകാര്യമായിരിക്കുന്നൊരു മത്സരമാണ്. യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതിൽ, കർത്താവിനെ അനുകരിക്കുന്നതിൽ, കർത്താവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിൽ, ഈ വിഷയത്തിൽ ഞാൻ മറ്റാരേക്കാളും അധികം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്ന് ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആ തീരുമാനത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. സുബോധമുള്ള നിമിഷങ്ങളിൽ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഭക്തന്മാരായിട്ടൊക്കെ ജീവിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ ഈ കേരളത്തിലെ ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യനായാലും എന്താ കുഴപ്പം? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷേ അതിന് മനസ്സില്ലാത്തതുകൊണ്ടാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ പൂർണ്ണതയിലല്ല എങ്കിലും കർത്താവിൻ്റെ സ്വഭാവം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ആർജിക്കുവാൻ, ആ നിലയിലായിത്തീരാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. അങ്ങനെ ഭക്തന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തലമുറയിലുമുണ്ട്, നമുക്കവരെ അറിയത്തില്ലെന്നേ ഉള്ളൂ. അവർ ഭക്തി അങ്ങനെ പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളൊന്നുമല്ല. എന്നാൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന, കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവകൃപയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അതായിരിക്കണം നമ്മളുടെ ആഗ്രഹം. അവിടെ ഞാൻ പറയാം, നിങ്ങളെല്ലാവരും തീരുമാനിക്കണം, ഈ സഭയിലെ ഏറ്റവും ഭക്തിയുള്ള ആൾ ഞാനായിരിക്കണം. അത് നല്ല തീരുമാനമാണ്. ഐ മസ്റ്റ് ബി ദ മോസ്റ്റ് സ്പിരിച്വൽ പേഴ്സൺ. കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾ ഞാനാവണം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾ ഞാനായിരിക്കണം. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ഞാനാകണം. ഏറ്റവും മനുഷ്യരെ സ്നേഹിക്കുന്നയാൾ ഞാനാകണം. ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്നയാൾ ഞാനാകണം. എൻ്റെ ജീവിതം കണ്ടാൽ മറ്റുള്ളവർ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറയണം. ആ നിലയിൽ എൻ്റെ ജീവിതം വ്യതിയാനപ്പെടണമെന്ന് ആഗ്രഹിക്കണം. അവിടെ വിശുദ്ധീകരണമെന്ന് പറയുന്ന കാര്യം നമ്മെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. എന്നാൽ നീതീകരണം എന്ന് പറയും നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് തുല്യമാണ്. നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് വരുവാൻ കഴിയുന്നത്.
നമ്മൾ നിത്യത ഉറപ്പാക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചെലവിലാണ്. അല്ലാതെ നമ്മളുടെ അനുസരണം കൊണ്ടും നമ്മളുടെ പ്രത്യേകതകൾ കൊണ്ടുമല്ല, കർത്താവിൻ്റെ ചെലവിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നീതീകരണമാണ് ദൈവത്തിന് നീതി ലഭിക്കാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത്, നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. നീതീകരണം കൂടാതെ ദൈവം ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ നീതി ആ വ്യക്തിയുടെ പേരിൽ കണക്കിട്ട് അദ്ദേഹത്തെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കാതെ ആ വ്യക്തിക്ക് നീതിമാനാണ് എന്നുള്ള സ്ഥാനം, ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും സാധിക്കില്ല. അത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമാണ്. യേശുക്രിസ്തുവിനെ കൂടാതെ രക്ഷിക്കപ്പെടുവാൻ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം ബൈബിളിലെ അടിസ്ഥാനപരമായ സത്യമാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുന്നത്, ഈ നീതീകരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. ഹൗ ആർ യു ജസ്റ്റിഫൈഡ്? നിങ്ങൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, അവൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മളുടെ പ്രത്യേകതകൾ കൊണ്ടോ നമ്മളുടെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നീതീകരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. എഫേസ്യ ലേഖനത്തിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും, ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. നമ്മെ സ്നേഹിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. നമ്മളുടെ ഈ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സായി. നമ്മളോട് ദൈവം കരുണ കാണിക്കുവാൻ തീരുമാനിച്ചു. അതാണ് നമ്മളുടെ നീതീകരണത്തിന് കാരണമായിരിക്കുന്നത്. അല്ലാതെ നമ്മളിലുള്ളതായിരിക്കുന്ന യാതൊരു നന്മയുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോഴേ എനിക്ക് ഉള്ള ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യമാണ്. പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. എൻ്റെ ദൈവമേ, മനുഷ്യർ ക്ഷമിക്കൂ? മനുഷ്യർക്ക് ക്ഷമിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം നമ്മളോട് കരുണ ചെയ്യുന്നവനാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണ്. ആ കാരണമാണ് നമ്മളുടെ നീതീകരണത്തിന് കാരണമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ബൈ ഗ്രേസ്. കൃപയാലല്ലോ നിങ്ങൾ, അത് പറയുന്നത് അവൻ്റെ കൃപയാൽ, ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്, ബൈ ഹിസ് ഗ്രേസ്. ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൃപയാലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയും. അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൃപയാൽ, ടേയ് ഔട്ടോ കാരിറ്റി, അവൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് ഈ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം, ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? സൗജന്യമായത്രേ എന്നതിനേക്കാളും മെച്ചമായിരിക്കുന്നത് ദാനമായിട്ട് അത്രേ. ബൈ ഡോറയാൻ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ദാനമായിട്ടാണ്, ദൈവത്തിന് സമ്മാനമായിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ബോട്ട്. നമ്മളുടെ നീതീകരണം നമ്മൾ വാങ്ങിച്ചെടുത്ത ഒരു കാര്യമല്ല, ദൈവം ദാനമായിട്ട് തന്നതാണ്. എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. We have to be amazed. We have to be eternally grateful because salvation is free. നീതീകരണം എന്ന് പറയുന്നത് സൗജന്യമാണ്, നമ്മളുടെ ചെലവിലല്ല, യേശുക്രിസ്തുവിൻ്റെ ചെലവിലാണ്. അപ്പോൾ അത് സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് താൻ ഇതിനെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം, അല്ലെങ്കിൽ പറയാം
നീതീകരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. ദ ഫൗണ്ടേഷൻ ഓഫ് ദ ബേസിസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഈസ് റിഡംഷൻ. നമ്മളുടെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വീണ്ടെടുപ്പ് ആണ്. നമ്മളുടെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം എന്നത് വീണ്ടെടുപ്പ് ആണ്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റിഡംഷൻ? വാട്ട് ഈസ് ഇലാസ്റ്റീരിയോൺ? സോറി അതല്ല ഇലാസ്റ്റീരിയോൺ അല്ലല്ലോ. അതിന് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് അപ്പോ ലുട്രോസിസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അപ്പോ ലുട്രോസിസ് എന്ന് പറയുന്നത്. ലുട്രോസിസ് എന്ന് പറഞ്ഞാൽ തന്നെ ബൈയിങ് ബാക്ക് എന്നാണ്. അപ്പോ ലുട്രോസിസ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ബാക്ക് ആൻഡ് ഫ്രീ, നമ്മളെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രമാക്കുക എന്ന അർത്ഥമാണ് അതിൻ്റെ വാക്യാലുള്ള അർത്ഥം എന്ന് പറയുന്നത്. അതാണ് ദി വേർഡ് മീനിങ് ഓഫ് ദാറ്റ് വേർഡ് ഈസ് ദാറ്റ് വി ആർ God pays a price in order to buy us and then we are liberated. അത് യഥാർത്ഥത്തിൽ ഈ സ്ലേവ് മാർക്കറ്റ്, അടിമകളെ കച്ചവടം ചെയ്യുന്ന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്കാണ്. ഒരു അടിമയെ സംബന്ധിച്ച് അവന് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അവനെ വേറൊരാൾക്ക് വേണമെങ്കിൽ ആ വില കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആര് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് വകയാണത്. എന്നാൽ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇന്നും ഉണ്ട് കേട്ടോ ഈ പണി. സുഡാനിലും അതുപോലെയുള്ള ചില രാജ്യങ്ങളിലുമൊക്കെ ഇന്നും അടിമകളെ വിൽക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്ന് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട അവിടുത്തെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നൊരു കാര്യം ചോദിച്ചാൽ, അവർ അധ്വാനിച്ച് 2 വർഷമൊക്കെ അധ്വാനിച്ചതിന് ശേഷം പൈസ കിട്ടുന്ന ഉടനെ ആ പൈസയിലൂടെ കൊണ്ടുവന്ന് കൊടുത്ത് ഈ ഒരടിമയെ വാങ്ങിക്കും. അടിമ വാങ്ങിച്ചു സ്വന്തമായിട്ട് സ്റ്റിൽ ഹാപ്പൻസ്. അപ്പോൾ അടിമയ്ക്ക് ഉള്ളതായിരിക്കുന്ന വില കൊടുത്ത് ആ അടിമയെ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം സ്വതന്ത്രമാക്കുക. അപ്പോൾ ആ ആശയത്തിനാണ് നമ്മൾ റിഡംഷൻ എന്ന് പറയുന്നത്. റിഡംഷൻ എന്ന് പറയുന്ന ആ വാക്കിൽ, വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കിലല്ലേ ഇപ്പോഴും വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്ന ആശയമുണ്ട്. വീണ്ടെടുപ്പിൽ വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്ന ആശയമുണ്ട്. ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് കേട്ടോ. എന്താ പറഞ്ഞത്? മർക്കോസ് 10:45 എന്താണ് വാക്യം? മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. റാൻസം, so that he might give his life as a ransom, as a payment for releasing people. അവിടെ റിഡംഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ആശയം പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കേട്ടോ. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നപ്പോൾ അവരോട് ദൈവം ചെയ്ത വാഗ്ദാനം എന്താ? ഞാൻ നിങ്ങളെ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞു. ഐ വിൽ കം ആൻഡ് ഐ വിൽ റിഡീം യു. നിങ്ങളെ വീണ്ടെടുക്കും. വീണ്ടെടുപ്പുകാരനായിട്ടാണ് മോശയെ ദൈവം ഈജിപ്തിലേക്ക് അയച്ചത്. മിസ്രയീമിലേക്ക് മോശയെ അയച്ചത് വീണ്ടെടുപ്പുകാരനായിട്ടാണ് അയച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നമ്മളെ വീണ്ടെടുപ്പുകാരനാണ്. ഹീ ഈസ് അവർ റെഡീമർ എന്നുള്ളത് ദൈവത്തെക്കുറിച്ച് അവർ ആവർത്തിച്ച് പറഞ്ഞ പ്രസ്താവനയാണ്. രൂത്തിൻ്റെ പുസ്തകം അല്ലേ? രൂത്തിൻ്റെ പുസ്തകം, അതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താ? വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്ന കാര്യമാണ്. വീണ്ടെടുപ്പുകാരൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുതൽ മുടക്കി അതിനുള്ള വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രമാക്കുക, അവർക്ക് മടക്കി കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണ് വീണ്ടെടുപ്പുകാരൻ്റെ ജോലി. അപ്പം അങ്ങനെ ബോവസ് രൂത്തിന് വീണ്ടെടുപ്പുകാരനായിട്ട് തീർന്നു. വീണ്ടെടുപ്പുകാരനായി ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. നമ്മൾ അപ്പം പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ഈ ആശയമുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രമാക്കുക എന്ന ആ ആശയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലൂടെയാണ് നമുക്ക് അക്ഷരികമായിട്ട് നടപ്പിൽ വരുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ്, കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത വിലയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചെലവിലാണ് നമുക്ക്
വീണ്ടെടുപ്പ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. അങ്ങനെയാണ് നാം സ്വതന്ത്രരായിരിക്കുന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളെ നീതിമാന്മാരാണ് എന്ന് ദൈവത്തിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നതിന് കാരണം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിൻ്റെ വീണ്ടെടുപ്പ് എങ്ങനെയാണ് സാധിച്ചത് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 25-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത്, ത്രൂ ഹിസ് ബ്ലഡ്, തൻ്റെ രക്തം മൂലം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയുണ്ട്. അത് പ്രായശ്ചിത്തത്തോടുകൂടെ മാത്രമേ ഇവിടെ മലയാള പരിഭാഷയിൽ വന്നിട്ടുള്ളൂ. എന്നാൽ രക്തം മൂലം എന്ന് പറയുന്നത് പ്രായശ്ചിത്തത്തിനും വീണ്ടെടുപ്പിനും ഒരുപോലെ ബാധകമായിരിക്കുന്ന പ്രസ്താവനയാണ്. എങ്ങനെയാണ് വീണ്ടെടുത്തത്? രക്തം മൂലം. രക്തമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ വീണ്ടെടുത്തത്. നമ്മൾ പറയും, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നുണ്ട്. അവിടെ രക്തത്താൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു ആശയമാണ്. പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്തം കൂടാതെ വിമോചനമില്ല, രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നത് പഴയ നിയമത്തിലെ ആശയമാണ്. രക്തം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്നറിയാമോ? രക്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈസ് എ വയലൻ്റ് ഡെത്ത്. രക്തം മരണമെങ്കിലും സംഭവിക്കണം, മുറിവേൽക്കണം. അല്ലാതെ ഹൃദയസ്തംഭനം വന്ന് മരിച്ചാൽ ആന്തരികമായിട്ടുള്ള ബ്ലീഡിങ്ങൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്നാൽ ഒരു സാമാന്യമായി മരിക്കുന്ന ആളുകളൊന്നും രക്തം മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അവരങ്ങ് മരിക്കുക. അത് ഇറ്റ്സ് എ നോർമൽ ഡെത്ത്. ബട്ട് ഇഫ് ഇറ്റ്സ് എ വയലൻ്റ് ഡെത്ത്, ദർ ഇസ് ബ്ലഡ്. രക്തമെന്ന് പറയുമ്പോൾ അത് ക്രൂരമായ ഒരു മരണത്തെ ചിത്രീകരിക്കുന്നതാണ്. പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ രക്തമെന്ന് പറയുന്നത് ഒരു യാഗമാണ്. അപ്പോൾ പറയാം, വീണ്ടെടുപ്പിൻ്റെ വില, നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ദൈവം കൊടുത്ത വിലയെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ്, യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്, യേശു ക്രിസ്തു ചൊരിഞ്ഞ അല്ലെങ്കിൽ യേശു ക്രിസ്തു നൽകിയ തൻ്റെ ജീവനാണ് നമ്മളുടെ വീണ്ടെടുപ്പിന് അടിസ്ഥാനമായിരിക്കുന്നത്. രക്തം മൂലം അവൻ നമ്മെ വീണ്ടെടുത്തു. നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം താൻ ചീന്തി, അല്ലെങ്കിൽ താൻ മരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരമാണ് എന്ന കാര്യം ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. നിങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുമെന്ന് നമുക്കറിയാം. സുവിശേഷങ്ങളെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ ജീവചരിത്രമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരാഴ്ച, ദ പാഷൻ വീക്ക്, അതിനുവേണ്ടി ഏകദേശം സുവിശേഷങ്ങളിലെ ഒരു 4/1 ഭാഗം ഈ മരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അവിടെ ഒരാഴ്ചത്തെ കർത്താവിൻ്റെ ജീവിതത്തിലെ ഒരാഴ്ചയ്ക്ക് ഈ സുവിശേഷങ്ങളിലെ ഏകദേശം 4/1 ഭാഗം അപ്പസ്തലന്മാർ മാറ്റിവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് താൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗമാണ്. പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം പാപപരിഹാരത്തിന് വേണ്ടിയുള്ളത് എന്ന് പറയുമ്പോൾ അതൊക്കെ അതിൽ സൂചികകളായിരുന്നു, പാപങ്ങളെ പരിഹരിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. എന്നാൽ മനുഷ്യരുടെ പാപങ്ങളെ പരിഹരിക്കുന്ന, മനുഷ്യരുടെ പാപങ്ങൾക്ക് മതിയായ വില കൊടുക്കുന്ന, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്ക വിലയെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമാണ്, യേശുക്രിസ്തുവിൻ്റെ യാഗമാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പം വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ബലി മരണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു യാഗമായി തന്നെത്താൻ അർപ്പിച്ചു എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. അപ്പോൾ നമ്മൾ പറയും, ദൈവത്തിൻ്റെ നീതി നമ്മളുടെ പേരിൽ ദൈവം കണക്കിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ ബലിയാക്കുവാനായി തന്നെ സമർപ്പിച്ച ആ അനുസരണമാണ് തൻ്റെ നീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നതാണ്. ദി ആക്റ്റീവ് ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം, അതിൽ താൻ കാണിച്ച അനുസരണം,
തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുന്ന ആ അനുസരണമാണ് യേശുക്രിസ്തുവിൻ്റെ നീതി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കർത്താവായ യേശുക്രിസ്തു നീതിമാനായിട്ട് ജീവിച്ചു, തൻ്റെ ഐഹിക ജീവിതകാലത്ത് പാപരഹിതനായിരുന്നു എന്നൊക്കെ ഉള്ളത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ്. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ മരണത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നത്. ആ അനുസരണമാണ് ദൈവം നമ്മുടെ മേൽ കണക്കിട്ട നീതിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണമാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ടതാണ്, നമുക്ക് വേണ്ടി മരിച്ചതാണ്. ഈ നീതീകരണത്തിൻ്റെ ഇതിനു വേണ്ടി ദൈവം കൊടുത്തതായിരിക്കുന്ന വില, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി മറുവിലയായി നൽകിയ കാര്യമാണ്. അവിടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് രണ്ട് ദിശയുണ്ട് കേട്ടോ. ഒന്ന് ദൈവത്തോടുള്ള ബന്ധം, മറ്റത് മനുഷ്യ സംബന്ധമായിരിക്കുന്ന കാര്യം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം എന്നുള്ളത് നമ്മളുടെ വീണ്ടെടുപ്പാണ്. നമ്മളുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം കൊടുത്ത വിലയാണ് യേശുക്രിസ്തുവിൻ്റെ മരണം. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സോ ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഓൺലി അവർ റിഡംഷൻ ബട്ട് ഇറ്റ്സ് ഓൾസോ അവർ പ്രൊപ്പിസിയേഷൻ. നമ്മളുടെ പ്രായശ്ചിത്തമായി തീരുന്നതിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. റിഡംഷൻ എന്ന് പറയുന്നത് മനുഷ്യന് പാപത്തിന് നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം കൊടുത്ത വില, മനുഷ്യ സംബന്ധം എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ദൈവസംബന്ധമായിരിക്കുന്ന കാര്യമാണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പ്രായശ്ചിത്തം എന്ന് പറയുന്ന വാക്ക് ഹിലാസ്റ്റീരിയോൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, ഹിലാസ്റ്റീരിയോൻ എന്ന് പറയുന്ന വാക്ക് അത് കൃപാസനം എന്നതിന് വേണ്ടി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ഹിലാസ്റ്റീരിയോൻ എന്ന് പറയുന്നത് കൃപാസനം എന്ന് പറയുന്ന കാര്യമാണ്. പഴയ നിയമത്തിലെ മഹാപാപപരിഹാര ദിവസം എന്ന് പറയുന്നൊരു ദിവസമുണ്ട് കേട്ടോ. മഹാപാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ചെയ്യുന്ന ആ പാപപരിഹാരത്തിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകും. ആണ്ടിലൊരിക്കലേ അദ്ദേഹം പോകുള്ളൂ കേട്ടോ. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ളതായിരിക്കുന്ന അനുവാദം ആണ്ടിലൊരിക്കലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത്, അവിടെ മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അവിടെ ഉള്ള കാര്യമെന്ന് പറയുന്നത് കൃപാസനം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. അവിടെ കൃപാസനമുണ്ട്. ആ കൃപാസനം എന്ന അതിനൊരു കവറുണ്ട്. അതിനെയാണ് നമ്മൾ കൃപാസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിലാസ്റ്റീരിയോ എന്ന് പറയുന്ന കവറാണ്. അതിൻ്റെ ഉള്ളിൽ ന്യായപ്രമാണം അല്ലെങ്കിൽ മോശ എറിഞ്ഞു പൊട്ടിച്ചതായിരിക്കുന്ന ന്യായപ്രമാണം, ബ്രോക്കൺ കമാൻഡ്മെൻറ്റ് ഓഫ് ഗോഡ്, അത് അതിനുള്ളിലുണ്ട്. പിന്നെ മന്നയുണ്ട്, പിന്നെ തളർത്ത വടിയിലെയോ ഇതുണ്ട്. ഇതൊക്കെ ഇതിനടിയിലുണ്ട്. അതിന് മുകളിലാണ് ഈ കൃപാസനം എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ രണ്ട് സൈഡിലും കെരൂബുകൾ ഈ കൃപാസനത്തെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവിടെ ഈ കൃപാസനത്തിലാണ് രക്തം തളിക്കുന്നത്. ദ ബ്ലഡ് ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ദി മെഴ്സി സീറ്റ്, ദാറ്റ്സ് കോൾഡ് മെഴ്സി സീറ്റ്. അതിന് മുകളിലാണ് ഈ രക്തം തളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലങ്കാരികമായി പറഞ്ഞാൽ, ദൈവം ഈ ബ്രോക്കൻ ലോ നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ത്രൂ ദ സ്പ്രിങ്കിൾഡ് ബ്ലഡ്. അപ്പോൾ അങ്ങനെയാണ് പാപങ്ങളെ ക്ഷമിക്കുന്നത്. ഗോഡ് ലുക്സ് അറ്റ് ദ ബ്രോക്കൻ ലോ ത്രൂ ദ ബ്ലഡ് ദാറ്റ് ഈസ് സ്പ്രിങ്കിൾഡ് ഓൺ ദ മെഴ്സി സീറ്റ്. ആ കൃപാസനത്തിൽ ചൊരിയപ്പെട്ട രക്തത്തിൽ കൂടെയാണ് ദൈവം ഈ തകർന്ന അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടതായിരിക്കുന്ന നിയമത്തെ നോക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ രക്തം അതിന് പ്രായശ്ചിത്തമായിട്ട് തീരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് അക്ഷരികമായിരിക്കുന്ന അർത്ഥം കോപശമനം എന്നാണ്. പാപത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ ക്രോധം അത് ശമിപ്പിക്കുവാൻ, അതിനെ തൃപ്തിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ നീതി തൃപ്തിപ്പെടുത്തുവാൻ, അതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണമാണ് കാരണമായി തീർന്നു. രക്തം മുഖാന്തരം നമുക്ക് പാപശാന്തി അല്ലെങ്കിൽ കോപശമനം, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്താൽ തൻ്റെ രക്തം മുഖാന്തരം
നമുക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് രണ്ട് ദിശയുണ്ട്. ദൈവസംബന്ധമായിരിക്കുന്ന ദിശ, മനുഷ്യസംബന്ധമായിരിക്കുന്ന ദിശ. ദൈവസംബന്ധമായ ദിശയിൽ എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിലെ ക്രൂശ് ദൈവക്രോധത്തിന് ഉള്ള പരിഹാരമാണ്. അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് നമ്മൾ പറയുമല്ലോ, ദൈവക്രോധത്തിൽ വെന്തിരിഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയും. ദൈവത്തിൻ്റെ ക്രോധത്തിൽ വെന്തിരിഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപത്തിൻ്റെ നേരെ ദൈവത്തിൻ്റെ ക്രോധം അതിൻ്റെ പൂർണ്ണ നിലയിൽ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് കരയാനുള്ള കാരണം അതാണ്. കാരണം ദൈവത്തിൻ്റെ ക്രോധം, പാപത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ ക്രോധം പൂർണ്ണമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ദൈവം ചൊരിയുകയുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പറയാം, പാപത്തിൻ്റെ നേരെയുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ വാള് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ പതിഞ്ഞപ്പോഴാണ് ആ ക്രോധം മനുഷ്യവർഗത്തെ വിട്ട്, അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നതിൻ്റെ കാരണം ആ ക്രോധത്തിന് യേശുക്രിസ്തു പാത്രമായി തീർന്നു. അതിനെ വഹിക്കുവാൻ യേശുക്രിസ്തു മനസ്സ് വെച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, സാത്താൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങാനുള്ള ദൈവം കൊടുത്ത വിലയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ആ യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യനെ സംബന്ധിച്ച് അവനെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ വിലയാണ് എങ്കിൽ, ദൈവത്തെ സംബന്ധിച്ചത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ നേരെയുള്ള ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിച്ച, ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ച, ദൈവത്തിൻ്റെ കോപശമന ക്രമീകരണമാണ്, അല്ലെങ്കിൽ പ്രായശ്ചിത്തമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത്. അപ്പോൾ അപ്പസ്തലനായ പൗലോസ് പറയും, അവൻ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് രഹസ്യമായൊരു പരിപാടിയുള്ള കേട്ടോ. ഇറ്റ് ഈസ് ഇൻ ദി ഓപ്പൺ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് നോക്കിയാൽ ആ കുന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് യേശുക്രിസ്തു മരിച്ചത് പരസ്യമായിട്ടാണ്. അവനെ പരസ്യമായിട്ടാണ് ക്രൂശിച്ചത്. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ കർത്താവ് പറയുന്നത്? നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് അതിന് വേണ്ടുന്നതായിരിക്കുന്ന മുതൽ എൻ്റെ രക്തമുഖാന്തരം ഞാൻ കൊടുത്തു വീട്ടി നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന കാര്യം കർത്താവ് നമ്മളോട് പറയുന്നു. ദൈവസന്നിധിയിലേക്ക് നോക്കുമ്പോൾ പറയുന്നത്, മനുഷ്യന് നേരെയുള്ള ദൈവക്രോധത്തിൻ്റെ, പാപത്തിനു നേരെ പാപം നിമിത്തമുള്ള ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി അത് കർത്താവായ യേശുക്രിസ്തുവിന് മേൽ പതിച്ചു. അവൻ നമുക്ക് കോപശമനമായിട്ട്, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന കോപശമനമായിട്ട് തീർന്നു. അവൻ നമുക്ക് പ്രായശ്ചിത്തമാണ് എന്ന കാര്യമാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ അപ്പസ്തലനായ പൗലോസ് പറയും, ദൈവം നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ മറികടന്നുകൊണ്ടുള്ളൊരു തീരുമാനമല്ല. മനുഷ്യന് ദൈവം പാവങ്ങളെ ക്ഷമിക്കുമെന്നൊക്കെ പറയും കേട്ടോ. മനുഷ്യർ അള്ളാഹ് ക്ഷമിക്കുമെന്ന്. എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? മനുഷ്യൻ്റെ പാപത്തെ അവഗണിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. പാപത്തിന് പരിഹാരം വരുത്താതെ, ദൈവത്തിൻ്റെ നീതിയുള്ള ക്രോധത്തിന് പരിഹാരം വരുത്താതെ മനുഷ്യൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ നീതിക്ക് നിരക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയും, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ വന്ന വീണ്ടെടുപ്പും പ്രായശ്ചിത്തവും ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കിയെന്ന് മാത്രമല്ല, നമുക്ക് സൗജന്യമായ നീതി തരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുന്ന നിലയിൽ ദൈവം ഇന്ന് നമ്മൾ നീതീകരിക്കുന്നവനുമായി, അതുപോലെ തന്നെ നീതിമാനുമായി. The gospel is God is just and also he is the justifier. ദൈവം യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യന് നൽകുന്ന രക്ഷ നീതിപൂർവമായിരിക്കുന്ന രക്ഷയാണ്. ദൈവം യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യന് നൽകുന്നതായിരിക്കുന്ന വീണ്ടെടുപ്പ് അത് തൻ്റെ നീതിക്ക് നിരക്കുന്ന വീണ്ടെടുപ്പാണ്. കാരണം അതിന് തത്തുല്യമായിരിക്കുന്ന വില മുടക്കിയാണ് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോ ഫ്രീ സാൽവേഷൻ, ഇറ്റ് ഈസ് ഫ്രീ ഫോർ അസ്,
ബട്ട് എക്സ്ട്രീംലി എക്സ്പെൻസീവ് ഫോർ ഗോഡ്. ദൈവത്തെ സംബന്ധിച്ച് അതീവം വിലയേറിയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് ഉള്ളതായിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, അവൻ തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താ? പൊറുമയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹനത്തിൽ എന്ന് പറയാം. പൊറുമ എന്ന് പറയുന്നത് തൻ്റെ സഹനം. തൻ്റെ സഹനത്തിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ താൻ ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പഴയ നിയമവിശ്വാസികളുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു കൊടുത്തത് അന്ന് മുൻകഴിഞ്ഞ പാപങ്ങളെ തൻ്റെ സഹനത്തിൽ താൻ ശിക്ഷിക്കാതെ വിട്ടതിൻ്റെ കാരണം ആ പാപങ്ങൾക്കുള്ള ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ the salvation of the whole humanity is at the expense of Christ. ദാവീദിനോടും അബ്രഹാമിനോടും ഒക്കെ ദൈവം എങ്ങനെ പാപം ക്ഷമിച്ചത്? പാപം ക്ഷമിച്ചപ്പം പാപത്തെ ശിക്ഷിക്കാതെ ക്ഷമിച്ചത് കേട്ടോ. പാപത്തെ ശിക്ഷിക്കാതെയാണ് ദൈവം ക്ഷമിച്ചത്. അബ്രഹാമിനോട് ക്ഷമിച്ചതും ദാവീദിനോട് ക്ഷമിച്ചതും പഴയ വിശ്വാസികളോടൊക്കെ ക്ഷമിച്ചത് പാപത്തെ ശിക്ഷിക്കാതെയാണ്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിച്ചില്ല. അതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ എല്ലാം ശിക്ഷ കർത്താവായ യേശുക്രിസ്തു വഹിച്ച് അതിന് പരിഹാരം വരുത്തുമെന്നുള്ള പറഞ്ഞ പരസ്യമായി നിർത്തി എന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട് കേട്ടോ. മുൻനിർണയിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന അർത്ഥം. മുൻനിർണയിച്ചു. ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ ദൈവം തീരുമാനിച്ചത് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ, കാലത്തികവിൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവറിലെ കുരിശിൽ നമുക്ക് പാപങ്ങൾക്ക് പരിഹാരമായി തന്ന്, അവനെ നമുക്ക് വീണ്ടെടുപ്പുകാരനായി തന്ന്, അവൻ നമുക്ക് പ്രായശ്ചിത്തം വരുത്തുമ്പോൾ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് യേശുക്രിസ്തുവിൽ കൂടെ പരിഹാരം വരുത്തും എന്ന ആ തീരുമാനത്തിലാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നത്. ആ തീരുമാനത്തിലാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ നമുക്ക് പാപപരിഹാരമാക്കി തീർത്തത്. അപ്പം അതുകൊണ്ട് Christ is the only way for people who are before him and also for people after him. ആദാം മുതൽ രക്ഷിക്കപ്പെടുന്ന അവസാന മനുഷ്യൻ വരെ അവരെല്ലാവരും രക്ഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൽ കൂടെ നീതീകരിക്കപ്പെട്ടിട്ടാണ് എല്ലാവരും ദൈവമായുള്ള ബന്ധത്തിലേക്ക് വരുന്നത്. യേശുക്രിസ്തു മരിക്കുന്നതിന് മുന്നമേ ഉണ്ടായിരുന്ന ആളുകൾ മുൻപിലോട്ട് നോക്കി ക്രൂശിനെ കണ്ടു കേട്ടോ. ഇപ്പം നമുക്ക് പുറകോട്ട് നോക്കി ക്രൂശിനെ കാണും. ദ പീപ്പിൾ ഹൂ വർ ലിവിങ് ബിഫോർ ക്രൈസ്റ്റ് ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ആൻഡ് ദ പീപ്പിൾ ഹൂ ഈസ് കമ്മിങ് ആഫ്റ്റർ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ദേ കൻ ലുക്ക് ബാക്ക് ആൻഡ് സീ. പരസ്യമായി God has placed him publicly as a redemption and also as propitiation, so that God can justify the sinner who believes in Jesus Christ. And in this act he is a just God. നീതിമാനായിരിക്കുന്ന ദൈവം തൻ്റെ പ്രവൃത്തികൾ നീതീകരണത്തിൽ നീതിമാനാണ്. അതിൽ ദൈവം യേശുക്രിസ്തുവിൽ കൂടെ മുടക്കിയ മുതലാണ് അതിന് കാരണമായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So what is the gospel? The gospel is Jesus Christ. At the expense of Christ we can be right with God. യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ നമുക്ക് ദൈവത്തിന് മുൻപാകെ നീതിമാന്മാരായിട്ട് നിൽക്കാൻ പറ്റും. അതിനുള്ള എല്ലാ മുതലും അതിനുള്ള എല്ലാ ചിലവും കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി വഹിച്ചു. ദൈവത്തിൻ്റെ നീതിക്ക് നിവർത്തി വരുത്തി, ദൈവത്തിൻ്റെ കോപത്തിന് പരിഹാരം വരുത്തി, നമുക്ക് വീണ്ടെടുപ്പിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ചിലവും കർത്താവായ യേശുക്രിസ്തു വഹിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം ഇപ്പോൾ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു. നമുക്ക് ദൈവത്തിന് മുൻപാകെ നീതിമാന്മാരായി നിൽക്കുവാൻ, ബന്ധം സ്ഥാപിക്കുവാൻ, നിൽക്കുവാൻ, അത് പൂർത്തീകരിക്കുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ സാധിക്കും എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വാട്ട് ആൻ അമേസിംഗ് ഗോസ്പൽ! എത്ര അത്ഭുതകരമായ സുവിശേഷം! വിശ്വസിക്കുന്ന ഏവനും ഇത് നീതിക്കായിട്ട്, രക്ഷയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ നീതിയാണ്, രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. നിങ്ങൾ ഈ നീതി വിശ്വാസത്താൽ സ്വീകരിച്ചവരോ? ഈ നീതി വിശ്വാസത്താൽ സ്വീകരിച്ച ആളുകളാണ് എങ്കിൽ അതിനെ സംബന്ധിച്ച് ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ള ആളുകളാണോ? ആർ യു ഗ്രേറ്റ്ഫുൾ, ഇറ്റേണലി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഹസ് ഡൺ?
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.